ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര? 30. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര? 30. ഇന്ത്യൻ ഭരണഘടന സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്നാണ്? റഷ്യൻ വിപ്ലവം. ഇന്ത്യൻ ഭരണഘടന സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്നാണ്? റഷ്യൻ വിപ്ലവം. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും? 3 വർഷം. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും? 3 വർഷം. മോസില്ല ഫയർഫോക്സിന്റെ ലോഗോയിൽ കാണുന്ന മൃഗമേത്? പാണ്ട. മോസില്ല ഫയർഫോക്സിന്റെ ലോഗോയിൽ കാണുന്ന മൃഗമേത്? പാണ്ട. വീരാൻപുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ജലാശയത്തിന്റെ ഭാഗമാണ്? വേമ്പനാട്ട് കായൽ. വീരാൻപുഴ എന്നറിയപ്പെടുന്നത് ഏത് ജലാശയത്തിന്റെ ഭാഗമാണ്? വേമ്പനാട്ട് കായൽ. ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺടൈറ്റിസ്? വായ. ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺടൈറ്റിസ്? വായ. ഏത് വർഷമാണ് മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിതമായത്? 1975. ഏത് വർഷമാണ് മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിതമായത്? 1975. ലൈഫ്, ആർദ്രം, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ മിഷനുകളെയും കേരള പുനർനിർമ്മാണ പദ്ധതിയെയും ഉൾപ്പെടുത്തി സർക്കാർ പുതുതായി രൂപവത്കരിച്ച ഏകീകൃത കർമ്മ പദ്ധതി ഏത്? നവകേരളം കർമ്മ പദ്ധതി 2. ലൈഫ്, ആർദ്രം, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ മിഷനുകളെയും കേരള പുനർനിർമ്മാണ പദ്ധതിയെയും ഉൾപ്പെടുത്തി സർക്കാർ പുതുതായി രൂപവത്കരിച്ച ഏകീകൃത കർമ്മ പദ്ധതി ഏത്? നവകേരളം കർമ്മ പദ്ധതി 2. പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ളതും ആധുനികവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1986 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമേത്? നവോദയ വിദ്യാലയങ്ങൾ. പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ളതും ആധുനികവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1986 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമേത്? നവോദയ വിദ്യാലയങ്ങൾ. 2022-2027 കാലയളവിലെ 14ാം സംസ്ഥാന പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത്? കേരളത്തിന്റെ സുസ്ഥിരമായ വികസനം. 2022-2027 കാലയളവിലെ 14ാം സംസ്ഥാന പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കേരളത്തിന്റെ സുസ്ഥിരമായ വികസനം. 1986 പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മാതൃക ഏത്? 10+2+3. 1986 പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മാതൃക ഏത്? 10+2+3. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? PC മഹലനോബിസ്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ദേശീയ യുദ്ധ സ്മാരകം നിർമ്മിച്ചത്? നരേന്ദ്രമോദി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ദേശീയ യുദ്ധ സ്മാരകം നിർമ്മിച്ചത്? നരേന്ദ്രമോദി. 1857 കലാപത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചെറുകടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. 1857 കലാപത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചെറുകടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഒരു ന്യൂറോണിന്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും സംരക്ഷണ പാളി ഏത്? മൈലിൻ കവചം. ഒരു ന്യൂറോണിന്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും സംരക്ഷണ പാളി ഏതാണ്? മൈലിൻ കവചം. ഒരു ന്യൂറോണിന്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും സംരക്ഷണ പാളിയാണ് മൈലിൻ കവചം. എത്ര ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ചെവിക്ക് വേദനയുണ്ടാക്കുന്നത്? 120 ഡെസിബൽ. എത്ര ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ചെവിക്ക് വേദനയുണ്ടാക്കുന്നത്? 120 ഡെസിബൽ. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത്? ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ നടന്ന സമരം ഏത്? മേച്ചിൽപുല്ല് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ നടന്ന സമരം ഏതാണ്? മേച്ചിൽപുല്ല് സമരം. ഗ്യാസ് സിലിണ്ടറുകളുടെ ചോർച്ച അറിയാൻ പാചകവാതകത്തോടൊപ്പം ചേർക്കുന്ന വാതകം ഏത്? മെർക്യാപ്റ്റൻ. ഗ്യാസ് സിലിണ്ടറുകളുടെ ചോർച്ച അറിയാൻ പാചകവാതകത്തോടൊപ്പം ചേർക്കുന്ന വാതകം ഏത്? മെർക്യാപ്റ്റൻ. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഏകദേശം എത്ര ദൂരമാണ്?
15 കോടി കിലോമീറ്റർ. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഏകദേശം എത്ര ദൂരമാണ്? 15 കോടി കിലോമീറ്റർ. ശൈവപ്രകാശിക സഭയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകൻ ആര്? തൈക്കാട് അയ്യ. ശൈവപ്രകാശിക സഭയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകൻ ആര്? തൈക്കാട് അയ്യ. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത്? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത്? ആറളം വന്യജീവി സങ്കേതം. ബാലവേല നിരോധനം ഭരണഘടനയിലെ ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? ചൂഷണത്തിനെതിരായ അവകാശം. ബാലവേല നിരോധനം ഭരണഘടനയിലെ ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? ചൂഷണത്തിനെതിരായ അവകാശം. കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എത്ര? 14. കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 14. എന്തിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് കോശിയോർക്കർ? പ്രോട്ടീൻ. എന്തിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് കോശിയോർക്കർ? പ്രോട്ടീൻ. അപ്പൊ നന്നായി പഠിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.